ഹായ്, ഞാൻ അജേഷ്. ഇപ്പോൾ യൂറോപ്പിലാണുള്ളത്. ഇപ്പോൾ ഞാൻ യൂറോപ്പിലേക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴാണെങ്കിലും എൻ്റെ പഴയ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അല്ല എൻ്റെ സ്റ്റാറ്റസ് എൻ്റെ ഫേസ്ബുക്കിലെ പിക്കൊക്കെ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ എങ്ങനെ യൂറോപ്പിലെത്തി, ഏത് ഏജൻസി വഴിയാണ്, എത്ര രൂപയായി നിനക്ക് യൂറോപ്പിലെത്താൻ ചിലവായി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഇപ്പോൾ ഞാൻ യൂറോപ്പിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 4 മന്ത് ആയി. എനിക്ക് യൂറോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആകെ കൂടി ചിലവായത് 1,50,000 രൂപയാണ്. 1,50,000 രൂപ എനിക്ക് ആവത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ഡോക്യുമെന്റ്സ് എൻ്റെ ഭാഗത്തുനിന്ന് എംബസി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ആയിട്ടില്ലായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു 3 തവണ എനിക്ക് ഡൽഹിക്ക് പോകേണ്ട വന്നു. അതും ഫ്ലൈറ്റിനാണ് പോകേണ്ട വന്നത്. അതുകൊണ്ടാണ് അത്രയേറെ എമൗണ്ട് എനിക്ക് വന്നത് ടോട്ടൽ. ഞാൻ ഈ പറഞ്ഞ എമൗണ്ട് എനിക്ക് യൂറോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണമല്ലോ, നമുക്ക് പേഴ്സണലായിട്ട് കുക്ക് ചെയ്യാനുള്ളത്, ഡ്രസ്സ്, കാര്യങ്ങൾ എല്ലാം. ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളും എല്ലാം എന്തായാലും ഡിഫറെൻ്റ് ആണ്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് അത്ര ഒരു എമൗണ്ട് എനിക്ക് വന്നത്. അല്ലെങ്കിൽ അത്രയും പോലും എമൗണ്ട് വരില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾക്ക് താല്പര്യമുണ്ട് യൂറോപ്പിലേക്ക് പോരണം, അല്ലെങ്കിൽ എവിടെയാണെങ്കിൽ ഗൾഫിലാണെങ്കിൽ പോലും നിങ്ങൾ ഒരു ജോലി നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏത് ജോലിയിലേക്കാണോ നോക്കുന്നത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു യൂറോപ്പ് CV, നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വെച്ച് മാത്രമേ നിങ്ങൾ പുറത്തുള്ള രാജ്യത്തിലേക്ക് നിങ്ങൾ ജോലിക്ക് വേണ്ടി നോക്കാവുള്ളൂ. ഒരു കാരണവശാലും ഇല്ലാത്ത ക്വാളിഫിക്കേഷനും ഇല്ലാത്ത എക്സ്പീരിയൻസും വെച്ച് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് പ്രൊഫഷനിലേക്കാണ് നിങ്ങൾ ജോലി നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ റെസ്യൂമെ അറ്റാച്ച് ചെയ്ത് നിങ്ങളൊരു നല്ലൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യണം കമ്പനിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ഏത് കൺട്രിയിലേക്കാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ അത് ഏതെല്ലാം കൺട്രീസിൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കണം. ഇതൊന്നും ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല, ചിലത് ഒരു 5 മിനിറ്റ് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ ഡെയിലി ഒരു 1 അവർ നിങ്ങളുടെ ജോബിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ഒരാളാണ്. ഞാനൊരു 2 മന്ത്സോളം ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ടൈം സ്പെൻഡ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് വരാൻ കഴിഞ്ഞത്. നമ്മൾ രാജ്യത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ രീതികളും ഒരു മിനിമം ഒരു 50% നമ്മൾ ഒരു മുന്നോട്ട് എന്താ പറയാ ഇമിറ്റേറ്റ് ചെയ്യാനോ എങ്കിലും സാധിച്ചിരിക്കണം. ഞാൻ വന്ന ഫീൽഡിലേക്ക് എനിക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രിപ്പറേഷൻ മെന്റലി, ബാക്കി ഈ കൾച്ചറും എല്ലാം ഒരു പ്രിപ്പറേഷനും ഒരു സ്റ്റഡിയും ചെയ്തിട്ട് മാത്രമേ യൂറോപ്പിലേക്ക് വരാവുള്ളൂ. നിങ്ങൾ ചാടി കയറി യൂറോപ്പല്ലേ പൈസ ഉണ്ടാക്കാമെന്ന് കരുതി വരരുത്. നല്ല എക്സ്പെൻസ് ഉണ്ട് ഇവിടെ. പിന്നെ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി നിങ്ങൾ യൂറോപ്പിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ, നിങ്ങൾ 3 മന്ത്സ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് നിങ്ങൾ കയ്യിൽ ഹോൾഡ് ചെയ്യണം. നിങ്ങൾ മാരീഡ് ആണ്, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഫാമിലി നിൽക്കുന്നതെങ്കിൽ, ആ ഫാമിലിക്ക് വേണ്ട ഒരു എമൗണ്ട് നിങ്ങൾ നാട്ടിൽ സേഫ് ആയിട്ട് ഒരു 6 മന്തിലേക്കുള്ളത് നിങ്ങൾ എത്രയാണ് എമൗണ്ട് വേണ്ടത് ഓരോരുത്തരും ഡിപ്പെൻഡ് ഓൺ ചേഞ്ചിങ് ആണല്ലോ. ഒരു മാസം എനിക്ക് എൻ്റെ ഫാമിലിക്ക് നാട്ടിൽ ജീവിക്കാൻ എത്ര എമൗണ്ട് വേണം എന്നുള്ളത്, അത് നിങ്ങൾ നാട്ടിൽ കരുതി വെച്ചിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഈ ഏജൻസിക്ക് കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും മാന്യമായിട്ട് നടന്നു പോകും. ഏജൻസി ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, ഒരു ടീം പറഞ്ഞ 2 ലക്ഷം രൂപ ഗൾഫിലുള്ളൂ. പക്ഷെ ഞാൻ അവരുടെ വെബ്സൈറ്റിൽ കയറി അവരുടെ ഗൂഗിൾ റിവ്യൂസ് ഒക്കെ വളരെ മോശമായിട്ടാണ്. അത് സംസാരിച്ചപ്പോൾ ഞാൻ അവർ പറഞ്ഞു, ഇത് ഓപ്പോസിറ്റ് അവർക്ക് കോമ്പറ്റീറ്റർ ആയിട്ട് നിൽക്കുന്ന ഏജൻസീസ് കാശ് കൊടുത്തും അല്ലാതെയും ഒക്കെ ചെയ്യിക്കുന്ന ഒരു കാര്യമാണെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്കത് അത്ര വിശ്വാസമായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ ഏജൻസീസ് ഉണ്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏജൻസികളൊക്കെ ഉണ്ട്. അവരെന്ന് വെച്ചാൽ എന്നോട് 8 മന്ത്സ് ആണ്. 8 മന്ത്, എനിക്ക് ആ 8 മന്ത് വരെ നിൽക്കാൻ സമയമില്ല. എന്തിനാ 8 മന്ത് വരെ നിൽക്കണം ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ? ഈ 8 മന്ത് എന്ന് പറയുന്നത്, ഇവർ ഈ വേക്കൻസീസ് ഒന്നും ഇല്ല ആക്ച്വലി. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഇവർ വേക്കൻസീസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ കമ്പനിയിലുള്ള ഏതെങ്കിലും ഒരു എംപ്ലോയി ആയിട്ടൊരു കോണ്ടാക്ട്സ് ഉണ്ടാക്കി, അവിടുത്തെ റിക്രൂട്ടിംഗ് എംപ്ലോയി ആയിട്ട് അവർക്കൊരു കമ്മീഷനൊക്കെ സംസാരിക്കും. പക്ഷെ എല്ലാവരും ഒന്നും അങ്ങനെ സമ്മതിക്കണമെന്നില്ല. അങ്ങനെ സമ്മതിക്കുന്ന കമ്പനികളെയൊക്കെ നോക്കിയും കണ്ടു ഇവർക്ക് റെഡിയാക്കി എടുക്കാനുള്ള സമയമാണ് 8 മാസം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ 8 മാസം വേണ്ട, നമുക്കൊരു 3 മന്ത്സ് മതി. ബാക്കിയുള്ള മാസം
ഇവർക്ക് എന്നാ പറയാ ഒരു ഒരു കമ്പനി കണ്ടെത്തുക എന്നുള്ളൊരു കാലയളവാണ്. മനസ്സിലായോ? അല്ലാതെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിങ്ങനെയാണ് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തിനാണ് 8 മാസം? എനിക്ക് ആ കൂടി 3 മാസം, 2.5 മാസം എനിക്ക് എടുത്തുള്ളൂ എനിക്ക് യൂറോപ്പിലേക്ക് കയറി വരാനായിട്ട്. ഞാൻ അപ്ലൈ ചെയ്തിട്ട്. ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് കമ്പനി തന്നെയാണ് എംബസിയിൽ അപ്പോയിന്റ്മെന്റ് എടുത്തു തന്നത്. ഞാൻ കമ്പനിയിൽ നിന്ന് എടുത്തു തന്നു. എംബസിയിൽ നിന്ന് ഒരു കോണ്ടാക്ട്സ് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് അതിനെ നോക്കേണ്ട കാര്യമില്ലല്ലോ. എംബസിയിൽ നിന്ന് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. ഇന്ന ദിവസം ചെല്ലണമെന്ന് പറഞ്ഞ് എനിക്ക് അവർ തന്നു. ഞാൻ എംബസിയിൽ നമുക്ക് ഡൽഹി വരെ എനിക്ക് ഡൽഹിയിലെടുത്തു. എനിക്ക് ഡൽഹി വരെ പോകേണ്ട വന്നു. ഡൽഹി ചെന്നു. ഓക്കെ, എംബസി എൻ്റെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളെല്ലാം നമുക്ക് വിശ്വസിക്കാമല്ലോ. അന്നൊന്നും എൻ്റെ കയ്യിൽ പൈസ മേടിച്ച് അന്ന് എൻ്റെ കയ്യിൽ പൈസ മേടിച്ചു. എൻ്റെ ജോബ് കാർഡിന് വേണ്ടിയിട്ട് 22,500 രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. അത് ക്യാഷ് ആയിട്ട് തന്നെ കൊടുത്തത്. നമുക്ക് കാർഡായിട്ട് പേയ്മെന്റ് ചെയ്യാം, പക്ഷെ അത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടക്കുന്ന പേയ്മെന്റ് ഡെബിറ്റ് കാർഡ് ആയിരിക്കണം. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ആയിരിക്കണം. എന്നാൽ മാത്രമേ അവിടെ അവർ കാർഡായിട്ട് എടുക്കത്തുള്ളൂ. ഇതൊന്നും കാർഡായിട്ട് എടുക്കും എന്നോട് കമ്പനി പറഞ്ഞെങ്കിലും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ നാഷണൽ നമ്മുടെ നാട്ടിലാണല്ലോ, ഇന്ത്യയിലാണല്ലോ എംബസി എന്ന് വിചാരിച്ചാൽ സാധനമില്ല. പിന്നെ അവിടെ ഡൽഹിയിലായതുകൊണ്ട് കുറച്ച് എന്താ പറയാ, എല്ലാ എംബസിയുടെ ഫ്രണ്ടിലും നമ്മളെ സഹായിക്കാൻ എന്നുള്ള രീതിയിൽ ഓട്ടോ ഡ്രൈവർമാരുണ്ടാവും, ടാക്സി വണ്ടി ഉണ്ടാവും. അവർക്കറിയാം നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയേണ്ടത്. നമുക്ക് ഫോട്ടോ എടുക്കണം. ഓക്കെ. പിന്നെ നമ്മൾ എംബസികളിലൊക്കെ ഫോട്ടോ ഡയറക്റ്റ് പോകുമ്പോൾ 85% നമുക്ക് ഫോട്ടോസ് വിസിബിലിറ്റി ഉണ്ടാകും. അതായത് നമ്മുടെ ഹെഡ് സൂം ആയിരിക്കണം. നമ്മൾ ഒരിക്കലും അത് വൈറ്റ് ഒരു ഗ്രേ ബാക്ക്ഗ്രൗണ്ട് ബോർഡർ ഒന്നും കാണരുത് നമ്മുടെ ഫോട്ടോയ്ക്ക് ആ രീതിയിൽ. ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ ചെന്നുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് പോയപ്പോൾ. രാവിലെ 8 മണിയായപ്പോൾ ചെല്ലാൻ പറഞ്ഞു എംബസിയിൽ. 8 മണിയായപ്പോൾ ചെന്നു. പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഏകദേശം ഉച്ച കഴിഞ്ഞ് ഒരു 4 മണി, ഒരു 3 മണി 4 മണി ആ ഒരു സമയത്ത്, കറക്റ്റ് സമയമാകുമ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. അപ്പം നമ്മളതെല്ലാം കരുതി പോകണം. ഓരോ ഡൽഹി ചെന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. അപ്പം നമ്മളത് ആ ഒരു മുൻകരുതലൊക്കെ സേഫ്റ്റിയൊക്കെ നോക്കി നമ്മൾ പോവുക. അതിനുശേഷം ഞാൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചും ഫ്ലൈറ്റാണ് പോകുന്നത്. എനിക്ക് തിരിച്ച് എമർജൻസി, എനിക്ക് വീട്ടിലെത്തിയേ പറ്റുള്ളൂ. അല്ലാതെ മാറി നിൽക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ. അപ്പോൾ വരാൻ ഉദ്ദേശിച്ച് നിൽക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും ഏജൻസിയിൽ നിങ്ങൾ കൊണ്ടുപോയി പൈസ കൊടുത്ത് കളയണമെന്ന് ഞാൻ പറയുന്നില്ല. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് പൈസ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കാര്യം ഇവിടെ വന്ന് നിങ്ങൾക്ക് ജോബ് കാർഡും ജോബും റെഡിയാവുന്നത് വരെ നിൽക്കാനുള്ള പൈസയാണ് നിങ്ങൾ ഏജൻസി കൊണ്ട് കൊടുക്കുന്നത്. എനിക്ക് പലരെ അറിയാം. ഇവിടെ വന്നിട്ട് പോലും അവര് അവരുടെ ഡോക്യുമെന്റ്സ്, ഇവിടുത്തെ പേപ്പർ വർക്കിന് വേണ്ടിയിട്ടൊക്കെ ഡിലേ ആവുന്നു, പൈസ മുടക്കുന്നു. ഇതൊന്നും ഏജൻസി ചെയ്തു കൊടുക്കുന്നതല്ല. ഏജൻസി കയറ്റി വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഡയറക്റ്റ് എംപ്ലോയറാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ എംപ്ലോയർ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്തു തരും. ചെയ്തു തരേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ പിന്നെ അത് പല ഏജൻസികളും ചിലപ്പോൾ അത് എന്താ പറയാ, നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട, അത് നമുക്ക് അവര് തന്നെ പൈസ മുടക്കി ചെയ്തോളും. ഓക്കെ, അവര് നോക്കുമ്പോൾ അവർക്ക് അതാണ് ലാഭം കമ്പനിക്ക്. കമ്പനി ചെയ്തു തരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളോടൊന്ന് വെറുതെ നമ്മുടെ പൈസ മുടക്കിയൊക്കെ നമ്മളറിയാലോ, നമ്മൾ ഒരിക്കലും ഇങ്ങോട്ട് വരുന്ന സുഖവാസത്തിന് വേണ്ടിയിട്ടല്ല. നമ്മൾ നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടും നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മൾ ഉയരാൻ വേണ്ടിയിട്ടും നമ്മുടെ ഫാമിലി നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടുമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വരുമ്പോൾ ഒരു കാരണവശാലും വരുവാണ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഏജൻസിയിൽ നിങ്ങൾ വെറുതെ പൈസ കൊണ്ട് കൊടുക്കരുത്. അല്ല, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾ നന്നായിട്ട് മെച്ചത്തിലാണ്, എനിക്ക് പൈസ പോയാലും കുഴപ്പമില്ല, എനിക്ക് എന്തോരം ഡിലേ എടുത്താലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ളവർക്ക് നിങ്ങൾ കൊണ്ട് കൊടുത്തു, നോ പ്രോബ്ലം. ഏജൻസികളെ ഞാൻ ഇതാക്കുന്നതല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനെയും വരാൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇപ്പോൾ നിങ്ങൾ ഒരു കോളേജിലേക്ക് നിങ്ങൾ പഠിക്കാൻ വരുവാണ്. നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് എല്ലാവരെയും ഇന്റർനെറ്റും സ്മാർട്ട് ഫോണും ഉണ്ട്. നിങ്ങൾക്ക് ഏത് രാജ്യത്താണ് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ നിസ്സാരം ഒരു 5 മിനിറ്റ്സ് പോലും വേണ്ട. ആ കോളേജിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾ അതിന് ക്വാളിഫൈഡ് ആണെങ്കിൽ. ഈ ക്വാളിഫൈഡ് അല്ലാത്ത വ്യക്തികൾ ചിലപ്പോൾ പൈസ കൊടുത്ത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പൈസ കൊടുത്തൊക്കെ ഇവിടെ എന്താ പറയാ, നല്ലൊരു എമൗണ്ട് ഓഫ് കൊടുത്തൊക്കെ വരാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ജോബുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ഞാൻ പറയുന്നുള്ളൂ.
നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞാനിപ്പോൾ ഒരു യൂറോപ്പ സി വി ഇപ്പോൾ ഞാനിത് അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് യൂറോപ്പ സി വി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്തിരിക്കാം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഫോർമാറ്റും കൂടെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഭാഗത്ത് സഹായം വേണമെന്നുണ്ടെങ്കിൽ വേക്കൻസീസ് ഒന്നും ഞാൻ പറയില്ല. കാരണം എനിക്ക് അങ്ങനെ വേക്കൻസീസ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ചെയ്യില്ല. ഏതെങ്കിലും വേക്കൻസീസ് അറിയാമെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്തു, നിങ്ങൾ അന്വേഷിച്ചു, നിങ്ങളോട് വരാനോ അത് ചിലപ്പോൾ ഫേക്ക് ആയിട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നെ ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല. ഇങ്ങനെയുള്ള എന്തെങ്കിലും ജെന്യുവൻ ആയിട്ട് വേക്കൻസീസ് എനിക്ക് ഡയറക്റ്റ് വരുന്ന കാര്യങ്ങൾ എനിക്ക് കമ്പനി എനിക്ക് തരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനത് മെൻഷൻ ചെയ്ത് അടുത്തൊരു വീഡിയോസ് ആയിട്ടോ ഒരു ആഡ് എന്നുള്ള രീതിയിൽ ഒരു ടൈറ്റിലായിട്ടോ എന്തെങ്കിലുമൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും മാക്സിമം ഈ യൂറോപ്പിലേക്ക് വരാൻ നിൽക്കാൻ എൻ്റെ താല്പര്യം വരണം പോണം എന്ന് താല്പര്യപ്പെടുന്ന ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ടായിട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വളരെ ലെങ്തിലല്ലാതെ ഒരു ഷോർട്ടായിട്ടൊരു കമൻ്റ് ആയിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇനി അറിയില്ലാത്തൊരു കാര്യമാണെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക് യു.